നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലവിധ സന്ദേശങ്ങൾ വന്നു ചേരാം. ഇത് ഒരിക്കലും യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അത്തരത്തിൽ കണക്കാക്കാൻ പാടുള്ളതല്ല. ഈശ്വരൻ നിശ്ചയമായി തന്നെ അതിനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സംരക്ഷണം നൽകുന്നു എന്ന സൂചന തന്നെയാണ്, അല്ലെങ്കിൽ വഴികാട്ടിയായി നിൽക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് അറിയുവാനുള്ള ശക്തമായ, അത് കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു തൊടുകുറി തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ദൈവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട 3 വസ്തുക്കൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആ വസ്തുക്കളുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇവിടെ തന്നിരിക്കുന്ന 3 ചിത്രങ്ങൾ, അതിൽ ആദ്യത്തേതായ ചിത്രം ഓടക്കുഴലാണ്, രണ്ടാമത്തേതായ ചിത്രം സ്വർണ്ണക്കുടമാണ്, മൂന്നാമത്തേതായ ചിത്രം ത്രിശൂലമാണ്. ഈ 3 ചിത്രങ്ങളും ഏത് ദേവതയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആ രൂപത്തെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. പ്രാർത്ഥന ഇപ്രകാരം നടത്തുവാൻ ശ്രമിക്കണം: ജീവിതത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളിലും വഴികാട്ടിയായി മുൻപിൽ ഉണ്ടാകണം എന്നും, ജീവിതത്തിൽ ഏതെല്ലാം ദുരിതപൂർണമായ അവസ്ഥകളുണ്ടോ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നും, എന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുത്താതിരിക്കണം, ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അകന്നു പോകണം എന്ന് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന്, നിങ്ങൾക്ക് ഏത് ചിത്രത്തിലേക്കാണ് ഒരു ആകർഷണം തോന്നുന്നത്, ഏത് ചിത്രത്തിലാണ് നിങ്ങളുടെ കണ്ണുകൾ ഉടക്കിയത് എങ്കിൽ ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നീട് ആ ചിത്രം മാറ്റുവാൻ പാടുള്ളതല്ല. ഏവരും ഒരു ചിത്രം അപ്രതീക്ഷിതമായി തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ ഒപ്പം ഏത് ദൈവമാണ്, ഏത് ഈശ്വരനാണ് എന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഏവരും അതിനു മുന്നോടിയായി ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ഒരു ആഗ്രഹം പറഞ്ഞ് നടക്കണം. അല്ലെങ്കിൽ ഒരു ദുരിതമാണ് എങ്കിൽ ആ ദുരിതം ഒഴിഞ്ഞു പോകണം എന്നോ ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലർക്കും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കമന്റായി രേഖപ്പെടുത്തി കണ്ടു. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി സെലക്ട് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി വരുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയായി പറയുവാൻ സാധിക്കുന്നതല്ല. കാരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പോലും നിങ്ങളുടെ ദൈവാംശമായ ആത്മാവ് തിരഞ്ഞെടുത്തിട്ടുള്ളതായ ഒന്നാണ്.
അതിനാൽ ആത്മാവ് തന്നെയാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തത് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി നിങ്ങളെ നേരിട്ട് വിളിച്ചിരിക്കുന്നതായ സാഹചര്യം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തി നിങ്ങളിലുണ്ട് എന്ന് മാത്രമല്ല, ഭഗവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. വളരെ ശക്തമായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദൈവിക ശക്തി തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ കരുണ നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യമാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിൽ നടന്നു പോരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ വേദനകളും ഭഗവാൻ നേരിട്ട് വീക്ഷിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായ സാഹചര്യം എല്ലാം ഭഗവാൻ തിരിച്ചറിഞ്ഞ സാഹചര്യമുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അത് ഇപ്പോഴും തുടരുന്നു എന്ന സത്യം തന്നെയാണ്. പലപ്പോഴും വളരെയധികം വിശ്വസിച്ച് കൂടെ നിർത്തിയവർ പോലും നിങ്ങളെ പല വിധത്തിലും ചതിച്ചിരിക്കുന്നതായ കാര്യമാണ് ഉള്ളത്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ കൃത്യമായ ഫലം ലഭിച്ചിട്ടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുള്ളത് അപമാനം തന്നെയാണ്. മാനസികമായ വിഷമതകൾ പലതും നിങ്ങൾ അനുഭവിച്ച് പോന്നിട്ടുള്ള നിങ്ങൾക്ക് കരച്ചിൽ പോലും പല സമയങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന, അറിയാതെയെങ്കിലും പലപ്പോഴും കരഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ആരും അറിയാതെ കരഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, ഭഗവാൻ നിങ്ങൾക്കൊപ്പമുള്ള ആ ശക്തി, ഭഗവാൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഭഗവാനോട് ഏതെങ്കിലും വിധത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം തന്നെയാണ് ഭഗവാൻ ഈ നിമിഷം നിങ്ങളിലേക്ക് നൽകുന്നത് എന്നറിയുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് എത്ര തന്നെ വലിയ പ്രശ്നങ്ങളാണ് എങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാനുള്ള ഒരു വഴി ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും അതിനുള്ള മറുപടി തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും ഭഗവാൻ പറഞ്ഞ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ വഴികളിലൂടെ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന അല്ലെങ്കിൽ പഴയ ജീവിതം വിഷമകരമായ ജീവിതത്തിന് ഒരു അവസാനം സംഭവിച്ച് പുതിയൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും തടഞ്ഞിരിക്കുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായ ശക്തിയാണ് എങ്കിൽ പോലും ഇനി നിങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതല്ല. തകരുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. വേദനിപ്പിച്ചവർ പോലും നിങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതയുണ്ടായിട്ടും ലഭിക്കാതിരിക്കുന്നതായ നീതിയാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജമാണ് എങ്കിലും അത് ക്രമാതീതമായി കുറയുകയും നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയുടെ ശക്തി ക്രമാതീതമായി കുറയുകയും ചെയ്യും. നിങ്ങളെ പല വിധത്തിലുള്ള ദോഷങ്ങളും ബാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് ശത്രുദോഷം, കൂടാതെ ദൃഷ്ടിദോഷം, മറ്റുള്ളവരുടെ അസൂയ, ഇതെല്ലാം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളിലേക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും. അത് ഭഗവാൻ
സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രവർത്തനമാണ്, അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. പുതിയ അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ധനപരമായും നിങ്ങൾക്ക് അനുകൂല സാഹചര്യമോ ശുഭകരമായ ശുഭത്വം നിറഞ്ഞ വാർത്തകളോ ധനപരമായ നേട്ടങ്ങളോ മനസന്തോഷങ്ങളോ അല്ലെങ്കിൽ മനസന്തോഷം സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് കുടുംബ സന്തോഷവുമാകാം. ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹങ്ങളുണ്ട് എങ്കിലും അതിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമുണ്ടാകാം, ആരോടും പറയാതെ സൂക്ഷിക്കുന്ന ആഗ്രഹം. അത് നടക്കും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എങ്കിലും പലപ്പോഴും തിരിച്ചടികളാൽ ഇനിയത് സംഭവിക്കുമോ എന്നൊരു സംശയം പോലും നിങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ആഗ്രഹം പോലും നടക്കുവാനുള്ള സാഹചര്യമുണ്ട്. സമയമാകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതം നൽകിക്കൊണ്ട് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അത് നടത്തി തരുന്ന സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. നിരാശ പലപ്പോഴും ബാധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നൽകിയിട്ടുള്ളത്. പരിഹാരങ്ങൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിലുണ്ട്. അതായത് നിങ്ങൾ തീർച്ചയായും ഈ സമയം ഭഗവാനെ പൂർണ്ണമായും ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നിങ്ങൾക്ക് വിശേഷമായി തീരും. ഒരിക്കലും നിങ്ങൾ ഈ ദേവതയുടെ ക്ഷേത്രത്തിൽ, അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകാതിരിക്കരുത്. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ പ്രകടമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായ ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. തീരുമാനങ്ങൾ പലതും മാറ്റുകയും അത് പ്രശ്ന പരിഹാരങ്ങൾ നൽകുകയും ചെയ്യാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ അത് തരണം ചെയ്യുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലുവാൻ പോകുന്ന സമയമാണ്. തീർച്ചയായും സമാധാനം ജീവിതത്തിൽ വന്നു ചേരും. സന്തോഷം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. തീർച്ചയായും ഈ സൂചനകൾ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുകൂടി മനസ്സിലാക്കണം. രണ്ടാമത്തെ ചിത്രമായ സ്വർണ്ണക്കുടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് സ്വർണ്ണക്കുടം, അഥവാ ധനത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി തീർച്ചയായും നിങ്ങൾക്ക് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും ആ ദൈവിക ശക്തിയിലേക്ക്, അതായത് അമ്മയിലേക്ക്, മഹാലക്ഷ്മി ദേവിയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പ്രവർത്തിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം, അനുഗ്രഹം തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ സാക്ഷാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം കൂടാതെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സിദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് രക്ഷയായ അമ്മ അവതരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. മനസ്സിലെ പല വേദനകളും ആരും അറിയാതെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അമ്മ മഹാമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അതറിയുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കുന്നു എങ്കിലും തളർന്നു പോകുന്ന സാഹചര്യമുണ്ട്. എന്താണ് നിങ്ങളുടെ മനസ്സ്, എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ, അത് പലരും മനസ്സിലാക്കുന്നില്ല. സത്യാവസ്ഥ പലതും മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുമുണ്ട്. പല കാര്യങ്ങളും പറയാനാകാതെ അല്ലെങ്കിൽ പുറത്ത് പറയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും അത് സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും ഭാവിയെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ആലോചിച്ചോ ഭയമുണ്ട്. നിങ്ങളുടെ ജീവിതം ഈ ദുഃഖങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുമോ, അത് മാറില്ലേ എന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ് എന്ന കാര്യം ഓർക്കുക.
തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്കൊപ്പം മഹാലക്ഷ്മി ദേവിയും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഹൃദയത്തിൽ ധൈര്യം നൽകിയത് പോലും മഹാലക്ഷ്മി ദേവിയാണ് എന്ന് പരാമർശിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ ശുഭത്വം നിറഞ്ഞ ശുഭകരമായ വാർത്തകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്തതായ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. മനസമാധാനം സിദ്ധിച്ചിരിക്കുന്ന പുതിയ അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ട്. ഈ സമയം പല കാര്യങ്ങളും പുതുതായി ആരംഭിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് നിലനിർത്തുവാനായി പലപ്പോഴും നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടും പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഫലം ലഭിച്ചില്ല എന്ന വിഷമകരമായ സാഹചര്യമുണ്ട്. എന്നാൽ അമ്മ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ആ സമയം എത്തുമ്പോൾ അത് ഒരു അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ പോലും ഉണ്ടായിരുന്ന വിള്ളൽ അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം അത് വളരെയധികം വർദ്ധിക്കുകയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾ പോലും അകലുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം. പലപ്പോഴും കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് എങ്കിൽ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നതായ സമാധാനം തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. വളരെയധികം സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിറയുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരാലോ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖവും നിരാശയും നിറഞ്ഞിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അതിന് ഒരു മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളിലെ നെഗറ്റീവായ ഊർജത്തിനാണ് ഇവിടെ മാറ്റം സംഭവിക്കുന്നത്. പോസിറ്റീവായ ഊർജമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു മനസമാധാനം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അത് തീർച്ചയായും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഭയം തോന്നാവുന്ന പല കാര്യങ്ങളിൽ നിന്നും മോചനവും അമ്മ ഒപ്പമുണ്ട് എന്ന ധൈര്യവും ഈ സമയം നിങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ്. സന്തോഷം തടയപ്പെട്ടതായ സന്തോഷം വന്നു ചേരും. അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോടോ പ്രാർത്ഥിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പലതും ഫലിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് ഇന്നോ നാളെയോ അല്ല. അത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങളിലുള്ള ടെൻഷൻ പൂർണ്ണമായും നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിത്യവും ആരാധിക്കുകയും മഹാലക്ഷ്മി ദേവിയെ ഈ സമയം ആരാധിച്ചും മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിക്ക് നിങ്ങൾ തീർച്ചയായും പായസം സമർപ്പിക്കുന്നതും ഫലവർഗ്ഗങ്ങൾ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ വിശേഷം തന്നെയാണ്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമായി തീരും. വളരെ ശക്തിയാർന്ന സന്തോഷകരമായ നിമിഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ സമയം പല രീതിയിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. പല കാര്യങ്ങളിലും പുരോഗതി സിദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ ഉറപ്പായും പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിക്കാം. നിങ്ങളുടെ മനസ്സന്തോഷം അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരിക്കുന്നതായ ഭയമാണ് എങ്കിലും അത് കുറഞ്ഞു വരുന്ന സാഹചര്യം രൂപപ്പെടാം. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് വഴിമാറി പോവുകയും ഭഗവാന്റെ അനുഗ്രഹം സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങളിൽ കൂടുതലായും വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയും ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശവും അല്ലെങ്കിൽ അതൊരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിലെ പ്രയാസകരമായ കാര്യങ്ങൾ അവസാനിക്കുകയും
വിശ്വസിക്കേണ്ടതായ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ അമ്മ മഹാമായ നിങ്ങളെ കൈവിടില്ല എന്ന് മാത്രമല്ല, ആ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ട് എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിന്റെ ഫലമായി തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ കടന്നു വരുന്നതാണ്. അമ്മയുടെ ഒരു എനർജി നിങ്ങൾക്കും അനുഭവഭേദ്യമാകുന്നു എങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന കമന്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിക്കൂ. മൂന്നാമത്തെ ചിത്രമായ ത്രിശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾക്കൊപ്പം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം സംരക്ഷണമായി നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ വളരെയധികം സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ ഭാഗ്യശാലികളായ വ്യക്തികളായി മാറുവാൻ പോവുകയാണ്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പരമശിവൻ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും ഐശ്വര്യം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്ന സൂചനയുണ്ട്. ശക്തി തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അതിനാൽ തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വളരെ ഭാഗ്യാനുഭവമായി തന്നെ മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തി, ധൈര്യം, സന്തോഷകരമായ നിമിഷങ്ങൾ, ആയുരാരോഗ്യം പോലുള്ള കാര്യങ്ങൾ തീർച്ചയായും പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന പലവിധ വിഷമകരമായ സാഹചര്യങ്ങളുണ്ട്. ധനപരമായ പ്രയാസങ്ങൾ പോലുമുണ്ട്. കടബാധ്യതകൾ പോലും പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ്. സമാധാനം നഷ്ടമായ ഒരു മനസ്സ്, അല്ലെങ്കിൽ എത്ര തന്നെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത, മനസമാധാനം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം, ഇതെല്ലാം ജീവിതത്തിൽ നിന്നും ഒരു അവസാനം സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് കാണുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു കാര്യമില്ല. പലപ്പോഴും സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് അത് നിലനിൽക്കും എന്ന് തോന്നിയാൽ പോലും അത് നിൽക്കാത്തതായ സാഹചര്യം. പലപ്പോഴും പരീക്ഷണകാലം എന്ന് തോന്നുന്ന പല കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ധനപരമായ പുരോഗതിയോ പുതിയ അവസരങ്ങളോ ശുഭവാർത്തകളോ ഭാഗ്യാനുഭവങ്ങളോ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ഇതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. വളരെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കണം എന്ന പ്രാർത്ഥനയായി ഭഗവാന് മുന്നിൽ വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അത് നടക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം ധനപരമായ കാര്യങ്ങളുടെ ഒരു സൂചന, ധനപരമായ ഉയർച്ചയുടെ ഒരു സൂചന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ജീവിതത്തിലേക്ക് പല വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാം. അതൊരു തൊഴിലാകാം, അല്ലെങ്കിൽ പണസംബന്ധമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യമാകാം. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ടതായ കാര്യങ്ങൾ പലതും തടഞ്ഞു വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില ശുഭകാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അത് ധനപരമായ സമ്മർദ്ദങ്ങളാണ് എങ്കിലും അത് കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്ടിൽ പല രീതിയിലും സന്തോഷകരമായ കാര്യങ്ങൾ വർദ്ധിക്കുകയോ നെഗറ്റീവായ ഊർജത്തിൽ നിന്നും ഒരു മോചനം നിങ്ങളിലേക്ക് സാധ്യമാവുകയും പോസിറ്റീവായ എനർജി കൂടുതലായും ജീവിതത്തിൽ നിറയുന്നതായ സാഹചര്യമുണ്ട്. കുടുംബ ഐക്യം വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും നിങ്ങളുടെ വിഷമതകൾ കുറയ്ക്കുവാനും സാധിക്കും. മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ഭാരങ്ങൾ അല്ലെങ്കിൽ വിഷമതകളായ കാര്യങ്ങൾ അകലുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാനുഗ്രഹം, സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം കടന്നു വരികയും അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുകയും ചെയ്യും.
കൂടാതെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പുറത്തറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷമതകളുണ്ട് എങ്കിൽ ആ വിഷമതകൾ നിങ്ങൾക്ക് തീർച്ചയായും ആരും മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളാണ് ഉള്ളത് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് സാക്ഷാൽ പരമശിവൻ കണ്ടിരിക്കുന്നു, പ്രാർത്ഥന ഭഗവാന്റെ സമക്ഷം എത്തിയിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തീർച്ചയായും മനസമാധാനം സംഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. ഭയത്താൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരുന്ന നിങ്ങൾക്ക് ഭയം മാറുകയും നിങ്ങളിലുള്ള ആ ശക്തി ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തികളല്ല. ഈശ്വരാധീനം അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ സിദ്ധിച്ച അത് ജന്മനാൽ പോലും സിദ്ധിക്കുവാൻ സാധ്യതയുള്ള വ്യക്തികൾ തന്നെയാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. മനസ്സ് ശുദ്ധമാണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ ശക്തിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ താല്പര്യപ്പെടാത്ത നിങ്ങൾക്ക് തീർച്ചയായും പരമശിവന്റെ അനുഗ്രഹമുണ്ട്. അതിനാൽ തന്നെയാണ് പരമശിവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. 4 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. 4 മാസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും കൂടുതലായി ജീവിതത്തിലേക്ക് അനുഭവവേദ്യമാകാം. അത് പല പ്രകടമായ മാറ്റങ്ങളുമാണ്. ധനപരമായ പുരോഗതിയോ സന്തോഷകരമായ വാർത്തകളോ, അതായത് ശുഭത്വം നിറഞ്ഞ വാർത്തകളോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കണം എന്ന് അത്രമേൽ ആഗ്രഹമുള്ള പല കാര്യങ്ങളും നടക്കുകയോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങൾക്കും ഒരു സ്ഥിരത പുലർത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ജീവിതം നിങ്ങൾക്ക് മികച്ച ദിശയിലേക്ക് മികച്ചതായ രീതിയിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനായുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുകയും സംഭവിക്കുന്നതാണ്. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ചില പരിഹാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. ഈ സമയം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കണം. പ്രത്യേകിച്ചും ഭഗവാന് വിശേഷപ്പെട്ട തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും തുലവും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യും. ശുദ്ധമായ മനസ്സോടെ തന്നെ ഭഗവാനോട് നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങളെ ഒരിക്കലും ഭഗവാൻ കൈവിട്ടു പോകില്ല എന്ന് മാത്രമല്ല, മനസ്സിലുള്ള ആ വിഷമതകൾ, പ്രയാസങ്ങൾ അത് തീർച്ചയായും ഒഴിവാക്കണം എന്നുള്ളതാണ്. ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നൽകും എന്ന് കാണുന്നു. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഈശ്വരാനുഗ്രഹമാണ്. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ചില വിഷമകരമായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയും പല വിധത്തിലും അനുകൂല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുക. ഈ സമയം വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം നഷ്ടപ്പെടാതെ തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് സിദ്ധിക്കുക. തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ഭഗവാന്റെ ആ സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ ഓം നമഃശിവായ എന്ന കമന്റായി ഏവരും രേഖപ്പെടുത്തൂ.